എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയവീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ SLC റിസൾട്ട് ഇന്നലെ പുറത്തു വന്നു. ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് +1 അലോട്ട്മെൻ്റ് ആണ്. SLC ഒക്കെ വന്നു. കുറേ പേർക്ക് വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാകും. വിചാരിച്ച മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് റീവാല്യൂഷൻ പോവാം. ഏതെങ്കിലും വിഷയത്തിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് മെയ് മാസം 28-ാം തീയതി മുതൽ ജൂൺ മാസം 2-ാം തീയതി വരെ പരീക്ഷ നടക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉപരിപഠനത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥി, അതായത് SLC ജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. +1 അലോട്ട്മെൻറ്റിൻ്റെ ഏകജാലക പ്രവേശന സംവിധാനം വഴി SWS സിംഗിൾ വിൻഡോ സിസ്റ്റം വഴിയുള്ള HS ക്യാപ്പിൻ്റെ അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ മെയ് മാസം 14-ന് ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ ആരംഭിക്കുമ്പോൾ ആ അലോട്ട്മെൻറ്റിൻ്റെ A to Z വിവരങ്ങൾ അടങ്ങുന്ന വിവരമാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അത് പ്രസിദ്ധീകരിച്ചു. അപേക്ഷിക്കുന്നവർ നിർബന്ധമായും അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 അലോട്ട്മെൻറ്റിൻ്റെ പ്രോസ്പെക്ടസ്, അങ്ങനെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ HS ക്യാപ്പ് വഴി വെബ്സൈറ്റ് വഴി ഇപ്പോൾ പ്രോസ്പെക്ടസ് പുറപ്പെടുവിച്ചിരിക്കുകയാണത്. പ്രോസ്പെക്ടസിൻ്റെ ഒരു 30-31 പേജുള്ളൊരു PDF വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭ്യമാണ്. ആ PDF നിങ്ങൾക്ക് HS ക്യാപ്പിൻ്റെ സൈറ്റിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ hscap.kerala.gov.in അല്ലെങ്കിൽ ഈ HS ക്യാപ്പ് എന്ന 5 അക്ഷരം നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ HS ക്യാപ്പിൻ്റെ പേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ലഭ്യമാണ്. ഈ പ്രോസ്പെക്ടസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, ഓരോ അലോട്ട്മെൻറ്റും ഏത് തീയതിയാണ് വരുന്നത് എന്നിങ്ങനെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിവരങ്ങളും A to Z വിവരങ്ങളും ഈ പ്രോസ്പെക്ടസിൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. മെയ് 14-ാം തീയതി അപേക്ഷ ആരംഭിക്കും. 20-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 24-ന് ട്രയൽ അലോട്ട്മെൻറ്റ് പുറത്തുവിടും എന്നിങ്ങനെയുള്ള എല്ലാ അറിയിപ്പുകളും ജൂൺ 2-ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പുറത്തുവിടും. ജൂൺ 10-ന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുറത്തുവിടും. ജൂൺ 16-ന് തേർഡ് അലോട്ട്മെൻറ്റ് പുറത്തുവിടും. ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, സ്പോട്ട് അഡ്മിഷൻ വരെയുള്ള എല്ലാ A to Z വിവരങ്ങളും, ബോണസ് പോയിൻ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങളും എന്തിട്ടുണ്ട് ഈ പ്രോസ്പെക്ടസിൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. ആർക്കൊക്കെ ബോണസ് പോയിൻ്റ് ഉൾപ്പെടെയുള്ളവ ലഭിക്കുമെന്നുള്ളത്. അങ്ങനെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങൾക്കും നിങ്ങൾക്ക് ആ പ്രോസ്പെക്ടസ് വായിച്ചാൽ ലഭിക്കും. അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിൻ്റെ ഓരോ സ്റ്റേജ് കടന്നു പോകുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറിയിപ്പുകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എല്ലാ വർഷവും അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഈ ഒരു ചാനലിലൂടെ തന്നെ നമ്മൾ കൃത്യമായി അറിയിക്കാറുണ്ട്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവർ, മൈ നെയിം ഇസ് ക്രേ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ അക്കാഡമി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.